മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം മക്കളോട് ചില കാര്യങ്ങൾ പറയാനാണ് അച്ഛൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മക്കളും നന്നായിട്ട് ശ്രദ്ധിക്കുക. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുക. ഒന്നാമതായി, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. സംസാരത്തിലും പെരുമാറ്റത്തിലും വിചാരത്തിൽ പോലും. ദൈവം നമുക്ക് തന്ന മാതാപിതാക്കളെ ദൈവതുല്യമാണ്. ഇന്ന് മറിച്ച് ചില സംഭവങ്ങളൊക്കെ വരുമ്പോൾ വേദന തോന്നുന്നതുകൊണ്ടാണ് അച്ഛൻ പറയുക. ചില കുട്ടികൾ അമ്മയെ അടിക്കുക, സ്വാതന്ത്ര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3:8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെന്ന് പറയുന്നതിലല്ല, അവരുടെ ഉള്ളിൽ നിന്നും ആ സ്നേഹത്തോടെ അനുഗ്രഹിക്കാൻ അവർക്ക് തോന്നണം. നേരെ മറിച്ച് അവരുടെ മനസ്സിൽ വിഷമങ്ങൾ തോന്നുകയും അറിയാതെയെങ്കിലും മനസ്സിൽ ഇതുങ്ങളൊക്കെ എന്നാ ഒരു നല്ല പാഠം പഠിക്കുന്നത്, അതൊക്കെ ഒരു തിന്മയുടെ ഭാഗമാണ്. അങ്ങനെ വരരുത്. ആ അനുഗ്രഹം സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, മാതാപിതാക്കളുടെ ഹൃദയത്തിന് വേദന വരുത്തുന്നത് ഒന്നും ചെയ്യരുത്. അവരുടെ ജോലികളിൽ അവരെ സഹായിക്കുക. ഇതൊന്നും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഞങ്ങൾക്കിപ്പം പഠിക്കുക, കമ്പ്യൂട്ടർ നോക്കുക, ബാക്കിയെല്ലാം സമയാസമയങ്ങൾ തന്നോണം എന്നുള്ള ചിന്ത പുലർത്തുന്ന മക്കളുണ്ട്. അതൊരിക്കലും ശരിയല്ല. പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാൻ. ഞാൻ എൻ്റെ അമ്മച്ചിക്ക് കഞ്ഞി വാർത്ത് കൊടുത്തിട്ടുണ്ട്, കറിക്കരിയായി സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്ന എന്ത് സന്തോഷം ഉണ്ടാക്കുന്നത്. അത് നമുക്ക് അന്യമായി പോകരുത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതിനൊക്കെ സഹായിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുന്ന അവരോട് ആലോചിച്ചിട്ട് വേണം. കാരണം നമ്മുടെ ബുദ്ധി പരിമിതമാണ്. അവർ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരോടത് പങ്കുവയ്ക്കുക. അവരോട് കൂടെ ആലോചിച്ച് മാത്രം. നമ്മുടെ അഭിപ്രായം വേണം എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവർ ഏറ്റവും വലിയ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. അവരാലോചിച്ച് മാത്രം അത് തീരുമാനിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് വളർച്ചയുടെ കാലത്തെ പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ പക്കൽ നിന്ന് തന്നെ പരിഹരിക്കണം. അതിന് നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് പോകണ്ട. അപ്പനും അമ്മയുണ്ട്, അത്രയും നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ വേറെ ആരുമില്ല. അപ്പോൾ അവരോട് അത് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ പ്രാർത്ഥന, മതാചാരങ്ങളിൽ അഭിമാനം കൊള്ളുകയും അവ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പള്ളിയിൽ വരുന്ന ഒരു അഭിമാനത്തിൻ്റെ കാര്യമായി മാറണം. വിശ്വാസത്തിൽ നിറയുക എന്ന് പറഞ്ഞാൽ എത്രയും വലിയ കാര്യമല്ലേ. പിണങ്ങരുത്. ചിലപ്പോഴെങ്കിലും 12ാം ക്ലാസ് വേദപാഠം കഴിയുമ്പം മണ്ഡലത്തിലേക്ക് സ്ഥലം മാറ്റുന്ന ചെറുപ്പക്കാരുണ്ട്. അത് വലിയ ശോചനീയമായൊരവസ്ഥയാണ്. അഭിമാനത്തോടുകൂടി മുൻപിലേക്ക് കയറി നിൽക്കുവാൻ സാധിക്കുകയും ആ മതാചാരങ്ങളിൽ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യണമെന്നുള്ള പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് പഠനത്തിനുള്ള സമയം ആണിത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. സമയം പാഴാക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു നല്ല ചിന്തയോ പ്രസംഗമോ കേട്ടാൽ അതൊന്ന് കുറിച്ചു വയ്ക്കുന്ന രീതി നല്ലതാണ്. ഞാൻ സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ യൗവനത്തിലേക്ക് കിടക്കുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് വിശുദ്ധമായി വികാരങ്ങൾക്ക് അടിപ്പെടാതെ ഇടപെടാൻ ശ്രമിക്കണം. ആ സമയത്ത് നമുക്ക് അത്രയേറെ പക്വത വരികയില്ല. അതുകൊണ്ടാണ് അച്ഛൻ അത് സൂചിപ്പിച്ചത്. 8ാമത്, പാപസാഹചര്യങ്ങൾ, ദുശീലങ്ങൾ ഇവയിൽ പെടാതെ സൂക്ഷിക്കണം. ഒട്ടേറെ സാഹചര്യങ്ങൾ ഇന്ന് പ്രതികൂലമുണ്ട്. പാപസാഹചര്യങ്ങൾ ഏറെയാണ്. അത് നമ്മൾ പെടാതെ സൂക്ഷിക്കുക ആവശ്യമാണ്. 9ാമത്, നമ്മുടെ പള്ളികളിലൊക്കെയുള്ള ഭക്തസംഘടനകൾ സജീവമായി പങ്കെടുക്കണം. അവിടെ കിട്ടുന്ന ബോധവൽക്കരണമൊക്കെ സ്വീകരിച്ച് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കണം. 10ാമതായി, ചെറുപ്പം മുതൽ പരോപകാര പ്രവൃത്തികൾ ചെയ്യുക പഠിക്കുക. മെഴുകുതിരി പോലെ പ്രകാശം പരത്തി ജീവിതം വ്യയം ചെയ്യണം. ഈ 10 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ആരുടെ കത്താണ് ആദ്യം? ഇന്നത്തെ ആദ്യത്തെ കത്ത് ആലപ്പുഴയിൽ നിന്ന് സെലീനാം എഴുതുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ,
എല്ലാ ചൊവ്വാഴ്ചയും ഫാമിലി കൗൺസിലിംഗ് കാണുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ പ്രശ്നത്തിന് അച്ഛൻ പരിഹാരം പറഞ്ഞു തരും എന്ന് കരുതിയാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ ഭർത്താവിന് എൻ്റെ ആങ്ങളയുടെ ഭാര്യയുമായി അനാവശ്യ ബന്ധമുണ്ട്. ഞാൻ അധ്യാപികയാണ്. മിക്ക ദിവസങ്ങളിലും എന്നെ സ്കൂളിൽ വിട്ട ശേഷം അവിടെ പോകുമായിരുന്നു. മദ്യപാനം വരുതി വിട്ടിരുന്നു. ഉണരുമ്പോൾ മുതൽ രാത്രി വരെ കുടിക്കും. എന്നെ ഉപദ്രവിക്കും. ഞങ്ങൾ പല ധ്യാനങ്ങളിലും പങ്കെടുത്തു. അവിടെ വെച്ച് കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ മദ്യപാനം പൂർണ്ണമായി നിർത്തുവാൻ പറഞ്ഞുവെങ്കിലും അനുസരിച്ചില്ല. ഇതെല്ലാം ആണെങ്കിലും ദൈവത്തെ ഓർത്ത് ഞാൻ ക്ഷമിക്കുകയാണ്. ഇപ്പോൾ ഭാര്യാഭർത്തൃബന്ധം ഒന്നുമില്ല. മദ്യപിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയവും വിഷമവുമാണ്. 27 വയസ്സായ എൻ്റെ മകൻ പറയുന്നത് എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് അദ്ദേഹം മദ്യപിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജോലി രാജിവെക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യണം? ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരണമേ. തീർച്ചയായിട്ടും സെലിനാമ്മ പതിവായിട്ട് ഫാമിലി കൗൺസിലിംഗ് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. ഭർത്താവിൻ്റെ തെറ്റായ ബന്ധം ഉണ്ടെന്ന് സെലിനാമ്മ ഉറപ്പായി മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. ചെറിയ സംശയമാണോ അത് ഉറപ്പായിട്ട് മനസ്സിലാക്കിയെങ്കിൽ അത് വളരെ ഗൗരവമായ തെറ്റ് തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. ഒരു ഭാര്യയ്ക്ക് അത് അസഹനീയമാണെന്ന് അച്ഛനറിയാം. മദ്യപാനം അതോടൊപ്പം കുടുംബത്തെ വലിയ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. കൂടാതെ ടീച്ചറിനെ ഉപദ്രവിക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. ഏതായാലും സെലിനാമ്മയുടെ വിഷമം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തെ ഓർത്ത് ടീച്ചർ ക്ഷമിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. അതിനകത്ത് അതേ ടൈമാണ് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. മകൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ അഭിപ്രായം ജോലി രാജിവെക്കണ്ട. ജോലി രാജിവെക്കുന്ന ഒരു പരിഹാരമല്ല. പിന്നെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തെ മാറ്റാനായിട്ട് പരിശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. 1 പത്രോസ് 3:1-2 വാക്യങ്ങൾ പറയുന്ന പോലെ ഭാര്യമാരെ വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അത് നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണിത് സാധ്യമാവുക എന്ന് പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. പത്രോസ്ലീഹ ഞാനങ്ങനെ ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹം ഒരു വിവാഹിതനായ മാർപ്പാപ്പയായതുകൊണ്ടാണ്. കുടുംബജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വലിയ ഒരു മൂല്യം കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം സാധിക്കുമെങ്കിൽ ഒരു വിവാഹ കൗൺസിലിങ്ങിന് പ്രേരിപ്പിക്കുക. അത് കുറച്ച് ഫലം ചെയ്യുന്നതാണ്. വേണ്ടി വന്നാൽ മദ്യപാന ചികിത്സ എന്ന് സാധിക്കും. അതിനായിട്ടും പ്രേരിപ്പിക്കുക. കാരണം ധ്യാനങ്ങൾ പലത് കൂടിയെന്ന് കത്തിനകത്തുണ്ട്, എന്നിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ അത് തന്നെപ്പറ്റി ചിന്തിച്ച് കാണുകയില്ല. അതിനൊക്കെ കേൾക്കും, ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ പോവുകയായിരിക്കും. അതുകൊണ്ട് കൗൺസിലിങ് ചിലപ്പോൾ കൂടുതലായിട്ട് ഫലപ്പെട്ടേക്കാം. എന്നാലും ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. സെലിനാമ്മ അസ്വസ്ഥപ്പെടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിമ്മിക്ക് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? അധ്യാപികയായ ഈ സെലിനാമ്മ രാജിവെക്കുന്നത് കൊണ്ട് പരിഹാരമാകത്തില്ല. അത് മകൻ പറയുന്നതിന് ജോലിക്ക് പോകുന്നത് കൊണ്ടാണോ അപ്പൻ തെറ്റായ വഴിയെ പോകുന്നത്? അതുകൊണ്ട് വീട്ടിൽ ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മ എപ്പോഴും അടുക്കലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായ മാർഗത്തിലൂടെ പോകത്തില്ല എന്ന് ചിന്തിച്ചായിരിക്കും ഒരു പക്ഷേ അവൻ പറയുന്നത്. അവനും അറിയാമായിരിക്കാം ഈ അപ്പൻ്റെ ദുർനടപ്പ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവൻ പറയുന്നത്. മദ്യപാനം തന്നെ ആയതുകൊണ്ടായിരിക്കത്തില്ല. മദ്യപാനം നടത്തുന്നതുകൊണ്ടാണ് സകല തിന്മകളും, മദ്യപാനത്തിൽ നിന്നാണ് സകല തിന്മകളും ഉടലെടുക്കുന്നത്. അപ്പം അത് അങ്ങനെ ഈ അധ്യാപികയായ ഈ ഭാര്യ അപ്പനെ വേണ്ടത്ര ശ്രദ്ധിക്കുക. ജോലി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഭർത്താവിനെ ശ്രദ്ധിക്കാനോ ആ പുള്ളിയുടെ കാര്യത്തിൽ കൂടുതൽ സഹകരിക്കാനോ സാധിക്കുന്നില്ലായിരിക്കാം. ജോലിയുടെ കാര്യം പറഞ്ഞ് രാവിലെ പോകും, വൈകുന്നേരം വരും, ക്ഷീണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത് കൊണ്ട് ചിലപ്പം ഭർത്താവ് അങ്ങനെ പോകുന്നതായിരിക്കാം. അതറിയത്തില്ല, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ ഭാര്യ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞതുപോലെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് പോലെ, പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പെരുമാറ്റത്തിലൂടെ ഭർത്താവിനെ കീഴടക്കാൻ സാധിക്കും. നല്ല പെരുമാറ്റം. പിന്നെ ഭർത്താവിനെയും മകനെയും ഒക്കെ ശുശ്രൂഷിച്ച് വീട്ടിൽ നിന്നതുകൊണ്ട് ഇതിന് പരിഹാരമാകത്തില്ല. അവർ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ നടത്താനുള്ള പൈസ ഉണ്ടായിരിക്കാം. പുള്ളി
അപ്പോൾ ആങ്ങളയുടെ ഭാര്യയുമായിട്ട് ഇപ്പം നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഫാമിലി കൗൺസിലിങ്ങിനും ഒക്കെ ആണെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഒരു ദമ്പതി ധ്യാനം രണ്ടുപേരും കൂടെ പോയി ധ്യാനം കൂടുക, അവിടെ പറയുന്ന അഡ്വൈസൊക്കെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുക. ഒത്തിരി കൂടിയതാണെന്നാണ് പറയുന്നത്. കൂടിയതാ എങ്കിലും പിന്നെയും പറ്റുമല്ലോ. അപ്പം ധ്യാനം കൂടിയത് കൊണ്ടും കാര്യമില്ലെന്നാണ് ഇപ്പം ഈ സെലിനാമ്മ പറയുന്നത്. അപ്പം പ്രാർത്ഥിച്ച് പോവുക, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എല്ലാത്തിനെയും പരിഹാരമാണ്. അപ്പം ഈ ഭർത്താവിനെ സമർപ്പിച്ച് തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുക, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും എന്നുള്ള വിശ്വാസത്തോടെ സെലിനാമ്മ പ്രാർത്ഥിക്കുക, മകനും പ്രാർത്ഥിക്കുക, കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. പിന്നെ ആ ആങ്ങളയുടെ ഭാര്യയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തിന്മയുടെ ബന്ധനം രണ്ടു കൂട്ടരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ സ്ത്രീക്കും ഇതിൽ നിന്നും മോചനം കിട്ടണം. ഒരു സ്ത്രീയല്ലേ, ഇതുപോലെ ഒരു കുടുംബിനിയാണ് അപ്പുറേ ഉള്ളത്. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും അവിടെ വേദന അനുഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയല്ലോ ഉണ്ട്. അപ്പം ഇവർ അതിൽ നിന്നും വിമുക്തി നേടുവാൻ പരിശ്രമിക്കണം. അപ്പം രണ്ടുപേരെയും ഭർത്താവിൻ്റെ ഇവളുടെ ആങ്ങളയുടെ ഭാര്യയും സമർപ്പിക്കുക, ഭർത്താവിനെയും സമർപ്പിക്കുക, ഒക്കുമെങ്കിൽ ആ സ്ത്രീയെയും കൂടി ധ്യാനത്തിൽ വിടുവാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. സെലിനാമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കൂടുതലായ സ്നേഹം കൊടുത്ത് മാറ്റാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ടോമിച്ചൻ എന്ത് പറയുന്നു? എന്നാതെ ഏതായാലും സെലിനാമ്മ ഒരു ടീച്ചറാണ്. ആ ഒരു ഇതിലെ അവരത് കുറേ കാര്യങ്ങളിൽ തന്മയത്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട്. പിന്നെ ഈ ഇത്രയും പ്രായമായ മകൻ്റെ കമൻറ്റ് ഇച്ചിരൂടെ ഗൗരവമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവൻ അങ്ങനെ പറയുന്നതിനകത്ത് എന്തെങ്കിലും 27 വയസ്സുള്ള മോനാണ്, കൊച്ചു ചെറുക്കനല്ല. അപ്പം അതിനകത്ത് അവൻ വിവാഹപ്രായം എത്തി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പം അവനെ കുറേ കാഴ്ചപ്പാട് അതിനകത്തുണ്ടാകും. എവിടെയെങ്കിലുമൊക്കെ ഈ അമ്മയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നൊരു സംശയം അവൻ്റെ ഇതിനകത്ത് ധ്വനിക്കുന്നുണ്ട്. അതൊരു പക്ഷേ എങ്കിൽ നിമ്മി പറഞ്ഞതുപോലെ വേണ്ട പരിചരണം അപ്പന് കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അപ്പൻ പാളിപ്പോകുന്നത് എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ജോലി രാജിവെക്കുന്നത് പരിഹാരമല്ല. പക്ഷേ അവൻ്റെ ആ കമൻറ്റിനെ അമ്മ കുറേ കൂടെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെലിനാമ്മ ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് ജോലിയുള്ളോ ഉണ്ടോ എന്താ ചെയ്യുന്നതെന്നുള്ള നമുക്കിവിടെ അറിയില്ല. സ്കൂളിൽ സെലിനാമ്മ ടീച്ചർ പോയി കഴിയുമ്പോഴത്തേക്ക് നേരെ ആങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, കറക്റ്റ് അറിയില്ല. ഇപ്പം പിന്നെ അദ്ദേഹത്തിന് വേണ്ട പരിചരണം കൊടുക്കുന്നതിൽ അമ്മ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. മോൻ്റെ ആ കമൻറ്റിനകത്തുനിന്ന് അങ്ങനെയൊക്കെ ചില സൂചനകൾ അതിനകത്ത് വരാം. അമ്മ അപ്പനെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു ധ്വനി അതിനകത്ത് ഉണ്ടാകാം. അതൊക്കെ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമ പൂർണ്ണമായിട്ട് ഞാൻ നിർവഹിക്കുന്നു എന്ന് സെലിനാമ്മ ടീച്ചർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 2, അവരുടെ ദാമ്പത്യ ധർമ്മ അനുഷ്ഠാനങ്ങളിൽ ഈ പരമാവധി ഹസ്ബൻഡിന് ഇച്ചിരി പുറകോട്ട് വലിഞ്ഞു നിന്നാലും സെലിനാമ്മ ടീച്ചർ താല്പര്യപൂർവ്വം അതിൽ അദ്ദേഹത്തെ സാറ്റിസ്ഫൈഡ് ആക്കിയാൽ ഒരു പക്ഷേ എങ്കിലും മറുവശത്തേക്കുള്ള ആ ചായ്ച്ചിലിന് മാറ്റം ഉണ്ടാകാം. അപ്പോൾ അത് അവയൊക്കെ ഇച്ചിരൂടെ വ്യക്തതയില്ലാതെ നമുക്ക് ഒരു വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ ആങ്ങളെ എന്ത് ചെയ്യുന്നു, ആങ്ങളയുടെ സ്ഥാനം എന്നാ, അതും നമുക്ക് വ്യക്തമാകത്ത് അറിയില്ല. ആങ്ങളയുടെ വൈഫുമായിട്ട് ഇത്രയും അടുപ്പം നിരന്തരമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്നത് ആ വീട്ടിലാർക്കും മനസ്സിലാകുന്നില്ലേ? ഇനി ഇത് സെലിനാമ്മ ടീച്ചറിൻ്റെ സംശയം മാത്രമാണോ? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവർ തമ്മിൽ ശാരീരിക ബന്ധം ഇല്ല എന്ന് സൂചിപ്പിച്ചു. അത് ഗൗരവമായിട്ട് എടുക്കണം. അതിനകത്ത് സെലിനാമ്മ ടീച്ചർ തന്നെ മുൻകൈ എടുത്തിട്ട്, അദ്ദേഹം പുറകോട്ടാണെങ്കിൽ മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി കൊടുക്കാനായിട്ട് ഭാര്യ ശ്രമിക്കണം. അതാണ് അതിനകത്ത് ഏറ്റവും ഭാര്യമാരെ നിങ്ങൾ അച്ഛൻ പറഞ്ഞ പോലെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഞാൻ ടീച്ചറായതുകൊണ്ട് ഹസ്ബൻഡിനെയും പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഹസ്ബൻഡിനെ വിധേയപ്പെടണം. അദ്ദേഹത്തിന് ജോലിയൊന്നും ഇല്ലാത്തയാളായിരിക്കും. അത് ഒക്കെ ഒരു പക്ഷേ ഇതിനകത്ത് ചില സൂചനകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാശ് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, ഞാൻ മേലെ എടുത്തുകൊണ്ട് വന്നാന്നുള്ള ഒരു ധ്വനിയൊന്നും സെലിനാമ്മ ടീച്ചറിന് ഉണ്ടാകാതിരിക്കുക. വിധേയപ്പെടണം. ഒന്ന് ഹസ്ബൻഡിന് വിധേയപ്പെടുന്നവൻ ദൈവത്തിന് തന്നെയാണ് വിധേയപ്പെടുന്നത്. സെലിനാമ്മ ടീച്ചറിനെ ഈ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു തന്നത് ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് അതിനകത്ത് ചില പദ്ധതികൾ കാണും.
ഈ ഹസ്ബൻഡിൽ ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തിയെടുക്കാൻ വേണ്ടി അതിനനുയോജ്യമായ ആളാണ് സെലിനാമ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കർത്താവ് നിങ്ങളെ ബന്ധിപ്പിച്ചതെന്ന് ഓർക്കണം. അവിടെ ത്യാഗപൂർണമായിട്ടുള്ള ശുശ്രൂഷ സെലിനാമ ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ 100% കർത്താവ് സെലിനാമ ടീച്ചറിൻ്റെ കൂടെ നിൽക്കും. ഓക്കെ. ഇപ്പോൾ ടോമിച്ചിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറച്ചുകൂടെ വിധേയത്വം കാണിച്ച് പ്രത്യേകിച്ചും ഒന്നിച്ച് അവരായിരിക്കാൻ കിടക്കാനും ഒക്കെ പരിശ്രമിക്കുകയും പെരുമാറ്റത്തിലൂടെ സ്നേഹത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ള ചിന്തയാണ് വന്നത്. എനിക്ക് ജോലി രാജിവെക്കുക എന്ന് മകൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് വരുമാനം ഇല്ലാതാകുമ്പം അച്ഛൻ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി ഞാനിത് ഓടിച്ചേ പറ്റത്തുള്ളൂ, ഇങ്ങനെ കുഴപ്പം നടന്നാൽ പറ്റുകയില്ല എന്നുള്ള രീതിയിൽ വരണമെന്ന് കരുതിയാണ് മകൻ പറഞ്ഞതെന്നാണ് ഞാൻ ഓർത്തത്. നിങ്ങളിപ്പോൾ ഏതായാലും പറയുന്നത് ഒരുപക്ഷെ വേണ്ടത്ര സ്നേഹവും പരിചരണവും ഭാര്യയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ചിന്ത കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും സെലിനാമയെ ഞങ്ങൾ തീർച്ചയായിട്ടും സെലിനാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പെരുമാറ്റത്തിലൂടെ അങ്ങേയറ്റം അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക. അതുപോലെ കൗൺസിലിങ്ങിന് സാധ്യമാണെങ്കിൽ അതിനായിട്ട് ഒന്ന് പരിശ്രമിക്കുന്നതും നല്ലത് തന്നെയാണ്. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത കത്ത് കൊല്ലത്തു നിന്നും വിനീതയാണ് എഴുതുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ശാലോം ടി വിയിലെ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്. അച്ഛൻ്റെ കൗൺസിലിംഗ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. ഒന്നിച്ച് ഒരു സ്ഥലത്തും പോകത്തില്ല. ലൈംഗിക ബന്ധത്തിന് മാത്രം വരും, അല്ലാതെ ഒരു പ്രാവശ്യം പോലും എന്നെ തൊടില്ല. ഭക്ഷണം ഉണ്ടാക്കിയാൽ കുറ്റം പറയും. ഒരു നല്ല വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ജോലി കഴിഞ്ഞ് വന്നാൽ ടി വിയിൽ കണ്ണ് നട്ടിരിക്കും. എന്നെ ഒരു വേലക്കാരിയായിട്ടാണ് കരുതുന്നത്. ഒരു നിസ്സാര കാര്യം മതി വലിയ പ്രശ്നമാക്കാൻ. എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപക്ഷെ ധാരാളം പേരുണ്ടാകും. എൻ്റെ മകൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമേ. അവൾക്ക് 18 വയസ്സ്. അവൾ എന്നെ ചീത്ത പറയും. പല ധ്യാനമന്ദിരങ്ങളിലും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ പറഞ്ഞു തരണമേ. വിനീതിയെ ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ഫാമിലി കൗൺസിലിംഗ് കാണുന്നതിലും അത് ഇഷ്ടമായി എന്നറിയുന്നതിലും ഒത്തിരി സന്തോഷിക്കുകയാണ്. തീർച്ചയായും ദൈവത്തിന് വലിയ നന്ദി പറയുകയാണ്. ഭർത്താക്കന്മാർ അറിയേണ്ട ഒരു കാര്യം ഞാൻ പൊതുവായി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കൊച്ചു കാര്യമായി കരുതുന്നത് അവൾക്ക് വലിയ കാര്യമാണ്. ഭർത്താക്കന്മാർ പൊതുവേ അങ്ങനെ കരുതുകയില്ല. ഇതൊക്കെ എന്നാ വലിയ കാര്യം വല്ലതും ആണോ എന്ന് ചിന്തിക്കും. എന്നാലും നമ്മൾ വളരെ ചെറുതായിട്ട് കണ്ടാലും ഒരു സ്ത്രീക്ക് അത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒന്നിച്ചൊന്ന് പുറത്തു പോകാൻ അവൾ ആഗ്രഹിക്കുന്നു, ഒന്ന് അടുത്തിരുന്ന് വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് കത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുള്ളത്. സ്നേഹപ്രകാശനത്തിന് പൊതുവേ ഭർത്താക്കന്മാർ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ഇച്ചിരി പിശുക്കന്മാരാണ്. സ്നേഹമൊക്കെ ഉണ്ട്, ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷെ അതധികം പ്രകടിപ്പിക്കുകയല്ല. അതിലെന്നാ അത്ര വലിയ കാര്യം എന്നുള്ള മട്ടിലങ്ങ് വിടും. അതൊരിക്കലും ശരിയല്ല. ശ്രദ്ധിക്കുക, സ്നേഹത്തിൻ്റെ അത്യുച്ചയാണ് ലൈംഗിക ബന്ധം. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാണ്. സ്നേഹത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാനാണ് തമ്പുരാൻ ഈ ലൈംഗിക ബന്ധം നൽകിയിരിക്കുന്നത് എന്നറിയണം. ഇത് ബിഷപ്പ് ഫുൾട്ടൻ ജേഴ്സിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഒന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്നേഹമാകുന്ന ഗോവണിപ്പടി കയറി വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. സ്ട്രേറ്റ് വേ അല്ല. ഇവിടെ അങ്ങനെ ഒരു പരാതി ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, സ്നേഹമാകുന്ന ഗോണിപ്പടി കയറണം, അതിൻ്റെ അത്യുച്ചയിലായിട്ട് വേണം ലൈംഗിക ബന്ധം വരാൻ എന്ന് പിതാവ് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല വാക്കുകൾ വിനീത ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ ഭർത്താവ് കൊടുക്കണം. ഒന്നും പറയത്തില്ല എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഭർത്താവ് കൊടുക്കണം. വിനീതയോട് എനിക്ക് പറയാനുള്ളത്, വിനീത ഭർത്താവിനെ സ്നേഹിച്ച് കയ്യിലെടുക്കണം എന്നാണ്. ചൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കിട്ടാനായിട്ട് നോക്കിയിരിക്കാതെ കൊടുക്കുക എളുപ്പമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നത്. പക്ഷേ നമുക്ക് കൊടുക്കാനായിട്ട് പരിശ്രമിക്കണം. സ്നേഹിച്ച് കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ ദിവ്യനാഥ എന്ന പാട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെയൊക്കെ സ്നേഹിച്ച് തമ്പുരാൻ വൈഡൂര്യമാക്കിയെങ്കിൽ വിനീതയ്ക്ക് തമ്പുരാൻ തന്ന ഭർത്താവിനെ സ്നേഹിച്ച് വൈഡൂര്യമാക്കാൻ കഴിയും എന്നോർക്കുക.
സുവർണ്ണ നിയമം പറയുന്ന പോലെ മത്തായി 7:12 പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. അപ്പം അദ്ദേഹത്തെ സ്നേഹിച്ച് നമുക്ക് നന്നാക്കാം, കുറവുകളോടെ സ്വീകരിക്കുക. ഇയാളെ ആ ദൈവം എനിക്ക് തന്നത്. അവൻ യോഹന്നാൻ 17:6 ഈശോ എപ്പോഴും പറഞ്ഞൊരു ടേമാണ്, അവിടുന്ന് എനിക്ക് നൽകിയവർക്ക്. ഇങ്ങനെ ഭർത്താവിനെ കണ്ട് സ്വീകരിച്ച് സ്നേഹം കൊടുക്കുക. അതോടൊപ്പം സാധിക്കുമെങ്കിലൊരു മാരേജ് കൗൺസിലിംഗ് വളരെ നല്ലതാണ്. പ്രേരിപ്പിച്ച് നോക്കുക. അവൾ 18 വയസ്സായതിനാൽ പ്രായത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്, എങ്കിലും പ്രാർത്ഥിക്കുക. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുരക്തം തളിച്ച് ഭർത്താവിനും മകൾക്കുമായിട്ട് പ്രാർത്ഥിക്കുക. അവൾക്കും പറ്റുമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നത് നല്ലതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ടോൺഷൻ എന്ത് പറയുന്നു? എനിക്കതിനകത്ത് വിനീതയുടെ ആ രീതിയോട് ഒത്തിരി നല്ലത്. തീർച്ചയായിട്ടും വിനീത ശലവും കാണുന്നു, പരിഹാരം ഇതിലൂടെ അയക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ളത് ഒത്തിരി നല്ല കാര്യമാണ്. അതിനകത്ത് എനിക്ക് എൻ്റെ പ്രിയ സഹോദരിയോട് പറയാനുള്ള ഒരു കാര്യം, ഈ മനുഷ്യൻ മറ്റു ദുശീലങ്ങളൊന്നും ഇല്ല. ചെറിയ കറക്ഷൻസ് മാത്രം മതി, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഈ ലൈംഗിക ബന്ധത്തിന് അവർ സഹകരിക്കുന്നുണ്ട്, അല്ലാത്ത അവസരത്തിൽ തൊടുന്നില്ല, വർത്തമാനം പറയുന്നില്ല എന്നൊക്കെയാണ്. ഇവിടെ ഇതിനകത്ത് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ മനുഷ്യൻ ജോലിയും കഴിഞ്ഞ് വരുമ്പം വിനീത അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാനിവിടെ ഒരു വേലക്കാരിയെ പോലെയാണെന്ന്. വേലക്കാരിയുടെ ആ മനോഭാവം വിനീത എടുത്ത് കളയണം. ഞാൻ ഇവിടുത്തെ എല്ലാമാണ്, ഞാനിവിടുത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണറാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ എല്ലാത്തിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്, കടമയുണ്ടെന്നുള്ളൊരു ബോധ്യം ആദ്യം ഉള്ളിൽ ഉൾക്കൊള്ളണം. അദ്ദേഹം ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട്, അതിൽ ജോലിക്ക് പോകണില്ലല്ലോ, വൃത്തിയായിട്ട് ഒരുങ്ങി നിന്നുകൊണ്ട് ആ വരുന്ന സമയം അനുസരിച്ച് ചായയൊക്കെ ഇട്ട് സന്തോഷത്തോടെ കൊണ്ട് കൊടുത്ത്, ആ മനുഷ്യൻ ഒരു പക്ഷേ എങ്കിലേ വലിയ സംസാരപ്രിയൻ അല്ലെങ്കിൽ പോലും കൂടെ നിന്ന് മുട്ടിയുരുമി നിന്ന് ആ മനുഷ്യനെ സ്നേഹത്തിൽ കയ്യിലെടുക്കാൻ ശ്രമിക്കണം. അതിന് പകരം അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമില്ല, ഇതിന് മാത്രമേ വരത്തുള്ളൂ, ബാക്കി എന്നെ തൊടത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ വഴിക്ക് പോയാൽ അത് ശരിയാകത്തില്ല. വഴിക്ക് പോകല്ല, അത് കിട്ടുന്നില്ല. പുള്ളി പ്രതീക്ഷിച്ചാലും കിട്ടുന്നില്ല. ആ പ്രശ്നം കിട്ടണമെങ്കിൽ കാര്യമായിട്ട് തോന്നുവാ എനിക്ക് തന്നെ. അച്ഛനെ പറഞ്ഞതുപോലെ കൊടുത്താലേ കിട്ടത്തുള്ളൂ, കൊടുക്കണം. ഈ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, സ്നേഹത്തോടെ ചായ കൊണ്ട് കൊടുത്തു, എൻ്റെ കുട്ടൻ വന്നു, വാ, ഇന്ന് ജോലി എങ്ങനെ ഉണ്ടായിരുന്നു, കഷ്ടപ്പാടായിരുന്നോ, ഒത്തിരിയേറെ പ്രതിസന്ധികളെ നേരിട്ടിട്ടായിരിക്കും ഭർത്താക്കന്മാരുമായിട്ട് വീട്ടിൽ വരിക. ആ വരുന്ന അവസരത്തിൽ ആ മനുഷ്യനെ സ്നേഹിക്കാനും ആദരിക്കാനും അത് ചോദിച്ചറിയാനും ഒക്കെ ഭാര്യമാർ സന്നദ്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവൻ വാ തുറക്കും. അവിടെ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിലേക്ക് കടന്നു വരാൻ പറ്റും. ഈ വിനീതയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു മനോഭാവം ധൂർത്തുപുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ മനോഭാവമാണ്. ഞാൻ ഈ വീട്ടിലെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാൾ, നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ലല്ലോ, ആ പുത്രത്വത്തിൻ്റെ ആ അവസ്ഥയിലോട്ട് എത്താതെ പോകുന്ന മനോഭാവം നമ്മുടെ ഒത്തിരി കുടുംബങ്ങളിലുള്ള ഒരു വിഷയമായത്. ഞാനിവിടെ ഒന്നും അല്ല എന്നൊരു ചിന്താഗതി, അത് മാറണം. ഞാനിവിടുത്തെ എല്ലാമാണ് എന്നൊരു ബോധ്യം വരണം. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനും സ്നേഹിക്കാനും പറ്റിയാൽ ആ മനുഷ്യന് വേറെ ദോഷമൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിനീതമായിട്ട് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾക്ക് എളുപ്പമാണ്. അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും. കർത്താവ് പറഞ്ഞ് നിറച്ച് കൊടുക്കാനാണ്, കൊടുത്തു കഴിഞ്ഞാലേ തിരിച്ച് കിട്ടത്തുള്ളൂ. കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന, സമാധാന പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്, കൊടുക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. കൊടുക്കണം. ആ കൊടുക്കുന്നതിന് അച്ഛൻ പറഞ്ഞ പോലെ ലുപ്ത് കാണിക്കാതെ, പിശുക്ക് കാണിക്കാതെ വാരിക്കോരി സ്നേഹം കൊടുക്കുന്നേ തിരിച്ചു കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മകളുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഈ മകള് ഈ അമ്മയും അപ്പനെയും കണ്ടാ പോണേ. ഇവരുടെ ആ സ്നേഹമില്ലായ്മ ആ കുഞ്ഞിൽ പ്രകടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് മരുതാത്ത വഴിക്ക് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അല്ലാത്തതൊക്കെ പറയുകയോ ഒക്കെ ചെയ്യുന്നത്. സ്നേഹത്തിൽ നിങ്ങൾ മാറണം. മാറിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നേടാൻ പറ്റും. അച്ഛൻ പറഞ്ഞ പോലെ കൗൺസിലിംഗ് ഒക്കെ നല്ലതാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇച്ചിരി കൂടി നിങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ദൈവം ഏൽപ്പിച്ചതാണ് ഈ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ്, ഇതൊക്കെ ദൈവം എനിക്ക് തന്നതാണെന്നുള്ള ബോധ്യത്തിൽ, അവരെ വിശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ ത്യാഗപൂർണ്ണമായിട്ട് ഈ ത്യാഗവും സഹനവും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുക. വിശുദ്ധ കുർബാനയിൽ അത് പൂർണ്ണമായിട്ടും കാസായാലും പീലാസായാലും ഈ അപ്പനെയും മോളെയും കൊടുക്കുന്നേ.
കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിഹാരം മനുഷ്യൻ പ്രധാനമായിട്ടും പറയുക. നിമ്മി എന്ത് പറയുന്നു? ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തതാണ് ഭാര്യ ഭർത്താക്കന്മാർ. അപ്പം ആ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതെ. അപ്പോൾ ഇവർ തമ്മിൽ ഒന്നാകുക. അപ്പം ക്രിസ്തു നമ്മളെ എപ്രകാരം സ്നേഹിച്ചു, ഇപ്പം നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ദൈവം നമ്മളെ എപ്രകാരം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുക. ഇപ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ സൗന്ദര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായിരിക്കാം, ഇല്ല എന്താണെങ്കിലും നമ്മൾക്ക് തന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റണം. ഇപ്പം ഭർത്താവിനെ അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭാര്യയെ അംഗീകരിക്കാതിരിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. ഭാര്യയോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും കുറ്റം പറയുന്നു. ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതിന് കുറ്റം പറയും എന്നൊക്കെ പറയുമ്പം സാധാരണ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നന്മ അതിൽ നിന്ന് പറയുമ്പം അവർക്കൊരു സന്തോഷമാണ്. അതൊന്നും ഈ ഭർത്താവ് പറയുന്നില്ല. അതൊക്കെ അവൾക്ക് വേദനയുണ്ട്. പിന്നെ അവളോട് മിണ്ടുന്നില്ല, വന്നാലുടനെ ടി വിയിൽ കണ്ണ് നട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾക്ക് എപ്പോഴും ഒരു അംഗീകാരം കിട്ടണം, കാര്യമൊന്നുമില്ല. അംഗീകാരം കിട്ടുമ്പോൾ അവൾ തനിയെ സ്നേഹം കൊടുക്കും. സ്നേഹം കൊടുക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ കുഞ്ഞുനാളിൽ കിട്ടിയ എന്തെങ്കിലും ആന്തരിക മുറിവിൽ നിന്നായിരിക്കും ഒരുപക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ പ്രകടിപ്പിക്കാത്തതും. കാര്യങ്ങൾ ക്രമമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അവൾക്ക് സ്നേഹം കിട്ടുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പം അവൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവൻ എന്തെങ്കിലും ഒരു കൺഗ്രാജുലേഷൻ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രധാനമായിട്ടും ഭാര്യ കൂടുതൽ അവനെ ത്യാഗപൂർണമായിട്ട് സ്നേഹിക്കുക. ഇപ്പം ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക. കിട്ടാത്തത് അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ അഭിപ്രായം അനുസരിച്ച് കൂടുതലായിട്ട് വിനീത ഭർത്താവിനെ സ്നേഹിച്ച് അവരെ നേടിയെടുക്കണം എന്നുള്ള ചിന്തയാണ്. അതിനായിട്ട് അങ്ങേയറ്റം വിനീത പരിശ്രമിക്കണം. വിനീതിക്ക് വിഷമം തോന്നരുത്. കൂടുതലായിട്ട് ഭർത്താവ് നേടുവാൻ കഴിയും. കാരണം ദൈവം വിനീതിക്ക് തന്ന ദാനമാണ് ഈ ഭർത്താവ് എന്ന ബോധ്യത്തോടു കൂടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളും തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊള്ളാം. രണ്ട് കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹധീയമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ഈ രണ്ട് കുടുംബങ്ങളെയും ഞങ്ങളുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവരുടെ വലിയ പ്രശ്നങ്ങൾ അങ്ങ് അറിയുന്നു. അങ്ങ് തന്നെയാണ് സൗഖ്യദായകൻ. അങ്ങ് അവരെ സ്പർശിക്കണമേ. കുടുംബത്തിലെ അസ്വസ്ഥതകളെല്ലാം നീക്കിക്കൊടുത്ത് പൂർണ്ണമായും അങ്ങയുടെ കൃപയിലേക്ക് അവരെ ആനയിക്കണമേ. അങ്ങനെ ആ കുടുംബങ്ങളെ രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com